Hi students, welcome to the part 2 of the third chapter of class 10 biology about endocrine glands. 10th class ബയോളജിയിലെ മൂന്നാമത്തെ യൂണിറ്റായ അന്തസ്രാവി ഗ്രന്ഥികളെക്കുറിച്ചുള്ള പാഠത്തിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. Okay, today we are going to learn about an important endocrine gland, that is pancreas. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു അന്തസ്രാവി ഗ്രന്ഥിയായ പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കൽ ആണ് ഈ ലെസണിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. We are going to deal with the maintenance of blood glucose level through this lesson. Okay, you know that the food that we eat contains carbohydrates, and this carbohydrate is digested into glucose. This glucose is transported by blood to various parts of the body to the cells, and the cells utilize this glucose to produce energy. നമ്മുടെ ആഹാരത്തിലുള്ള കാർബോഹൈഡ്രേറ്റിനെ ദഹനത്തിലൂടെ ഗ്ലൂക്കോസായി മാറുകയും ആ ഗ്ലൂക്കോസിനെ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോശങ്ങളിലെത്തിക്കുകയും കോശങ്ങൾ ആ ഗ്ലൂക്കോസിനെ ഉപയോഗിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ രക്തത്തിൽ എപ്പോഴും ഗ്ലൂക്കോസിൻ്റെ അളവ് 70 മില്ലിഗ്രാം മുതൽ 110 മില്ലിഗ്രാം വരെയാണ് 100 ml രക്തത്തിൽ. ഓക്കെ, അതാണ് രക്തത്തിലെ സാധാരണ ഗ്ലൂക്കോസിൻ്റെ അളവ്. The normal blood glucose level in our body is 70 milligram to 110 milligram per 100 ml of blood. Okay, and this level has to be maintained. You have to keep in mind that the normal level of blood glucose is 70 to 110 milligram per 100 ml of blood. നമ്മുടെ രക്തത്തിലെ സാധാരണ ഗ്ലൂക്കോസിന്റെ അളവ് 70 മില്ലിഗ്രാം മുതൽ 110 മില്ലിഗ്രാം വരെയാണ് 100 ml രക്തത്തിലെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. And this normal level of glucose is maintained by the process of homeostasis. രക്തത്തിലെ സാധാരണ ഗ്ലൂക്കോസിന്റെ അളവ് അതേ നിലയിൽ പരിപാലിക്കുന്ന അത് ആന്തര സമസ്ഥിതി പരിപാലനം എന്ന പ്രക്രിയയാണ്. എന്താണ് ആന്തര സമസ്ഥിതി പരിപാലനം അല്ലെങ്കിൽ വാട്ട് ഈസ് ഹോമിയോസ്റ്റാസിസ് ദാറ്റ് യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ഇൻ യുവർ ക്ലാസ് 9. നിങ്ങൾ എന്താണ് ആന്തര സമസ്ഥിതി പരിപാലനം എന്ന് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഹോമിയോസ്റ്റാസിസ് ഇറ്റ് ഈസ് ദി മെയിൻ്റനൻസ് ഓഫ് ആൻ ഇന്റേണൽ ബാലൻസ്. നമ്മുടെ ശരീരത്തിനുള്ളിലെ ഒരു സമസ്ഥിതി പരിപാലനത്തിനെയാണ് ആന്തര സമസ്ഥിതി പരിപാലനം അല്ലെങ്കിൽ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കാര്യങ്ങളുടെയും അളവും അതിൻ്റെ തോതുമെല്ലാം ഒരു നിശ്ചിത അളവിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് ആന്തര സമസ്ഥിതി പരിപാലനം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. 70 താഴ്ന്നു പോകാനോ അല്ലെങ്കിൽ 110 കൂടിപ്പോകാനോ പാടില്ല. ഒരു പരിധിക്ക് അപ്പുറം കൂടാനും പാടില്ല, ഒരു പരിധിക്ക് താഴോട്ട് കുറയാനും പാടില്ല. ഓക്കെ, സോ ദ level of blood glucose should not be increased after a particular level, and it should not reduce below a particular level, that is 70 to 110. Okay, so in this pancreas plays an important role. ഈ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ പരിപാലനത്തിന് അളവിന്റെ പരിപാലനത്തിന് പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. Pancreas plays an important role in maintaining blood glucose level. ഇതാണ് പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി എന്ന് പറയും. പാൻക്രിയാസ് എന്ന് പറഞ്ഞാലും മതി മലയാളത്തിലും. ഓക്കെ, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നതിൽ പാൻക്രിയാസിന് ഒരു പ്രധാന പങ്ക് വഹിക്കാനുണ്ട്. ഓക്കെ, പാൻക്രിയാസ് plays an important role in maintaining the blood glucose level. ഇനി ഈ പാൻക്രിയാസ് എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ചിത്രത്തിൽ നോക്കൂ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ദിസ് ഈസ് എ പാർട്ട് ഓഫ് ദി ഡൈജസ്റ്റീവ് ട്രാക്ട് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഡുയോഡിനം. ഓക്കെ, ഇത് നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ഭാഗമായ
പക്വാശയമാണ്. പക്വാശയം എന്ന് പറയുമ്പോൾ നമ്മുടെ ആമാശയത്തെ ചെറുകുടലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ ഭാഗം. ഓക്കെ, ചെറുകുടലിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. അപ്പം ആമാശയത്തെ കുടലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് പക്വാശയം. ഒരു സി ഷേപ്ഡ് ആകൃതിയിൽ ഇരിക്കും. ഓക്കെ, ദിസ് ഈസ് ദ പാർട്ട് that connects the stomach with the intestine. Okay, location of pancreas is that it is attached to the duodenum. Duodenത്തിൽ അല്ലെങ്കിൽ പക്വാശയത്തിൽ ഇങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുകയാണ് പാൻക്രിയാസ്. ഓക്കെ, ഇതാണ് പാൻക്രിയാസ്. അപ്പോൾ പാൻക്രിയാസിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ സ്ഥാനം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ നേരത്തെ പഠിച്ചു എൻഡോക്രൈൻ ഗ്ലാൻഡ്സും എക്സോക്രൈൻ ഗ്ലാൻഡ്സും ആണ്. ഓക്കെ, pancreas is both an endocrine gland as well as an exocrine gland. പാൻക്രിയാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി എന്ന് പറയുന്നത് ഒരു അന്തസ്രാവി ഗ്രന്ഥിയും എക്സോക്രൈൻ ഗ്ലാൻഡുമാണ്. എൻഡോക്രൈൻ ഗ്ലാൻഡും എക്സോക്രൈൻ ഗ്ലാൻഡുമാണ്. കാരണം പാൻക്രിയാസ് ആക്ട്സ് ആസ് an endocrine gland when it releases hormones. ഓക്കെ, ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ അവസ്ഥയിൽ അതിന് ആ ധർമ്മം എടുക്കുമ്പോൾ പാൻക്രിയാസ് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. പക്ഷേ പാൻക്രിയാസ് ആൾസോ സെക്രേറ്റ്സ് certain digestive juices, okay, digestive enzymes. So in that case it is an exocrine gland. ആ ധർമ്മത്തിൽ പാൻക്രിയാസ് ഒരു എക്സോക്രൈൻ ഗ്രന്ഥിയുമായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഡൈജസ്റ്റീവ് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നത് എ പാർട്ട് ഓഫ് ദി പാൻക്രിയാസ് that has duct ഉള്ളതാണ്. ആ ഭാഗമാണ് ഡൈജസ്റ്റീവ് ജ്യൂസസ് ഉൽപ്പാദിപ്പിക്കുന്നത്. Then the hormones are secreted by the part of the pancreas that doesn't have ducts. So pancreas is both an endocrine and exocrine gland. ഇനി ഈ പാൻക്രിയാസിൽ ചില സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ഉണ്ട്. പാൻക്രിയാസിൽ ചില പ്രത്യേകതരം കലകളുണ്ട്. അവയ്ക്ക് പറയുന്ന പേര് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നാണ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ ചില പ്രത്യേകതരം കോശങ്ങളുണ്ട്. രണ്ട് തരം കോശങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ആൽഫ സെൽസ് അല്ലെങ്കിൽ ആൽഫ കോശങ്ങളും മറ്റൊന്ന് ബീറ്റ സെൽസ് അല്ലെങ്കിൽ ബീറ്റ കോശങ്ങളുമാണ്. ഓക്കെ, യു നോ ദാറ്റ് ദ പാൻക്രിയാസ് കണ്ടെയ്ൻസ് സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ കോൾഡ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആൻഡ് ദിസ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ഹാവ് two types of special cells. They are alpha cells and beta cells. Okay, അപ്പം പാൻക്രിയാസിൽ വളരെ പ്രത്യേക തരത്തിലുള്ള ചില കലകളുണ്ട്. അവയ്ക്ക് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നാണ് പേര്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ തന്നെ രണ്ട് തരം കോശങ്ങളുണ്ട്, ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും. ഇനി നമുക്കിവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നിരിക്കുന്നത് നോക്കാം. Pancreas contains special types of cells called tissues called islets of Langerhans. പാൻക്രിയാസിൽ പ്രത്യേകതരം കലകളുണ്ട്. അവയ്ക്ക് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയും. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ തന്നെ രണ്ട് തരം കോശങ്ങളുണ്ട്, ആൽഫ സെൽസ്, ബീറ്റ സെൽസ്. ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും. These alpha cells secrete a hormone by name glucagon. ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ദ ബീറ്റ സെൽ സെക്രേറ്റ് എ ഹോർമോൺ കാൾഡ് ഇൻസുലിൻ. അപ്പോൾ പാൻക്രിയാസിൻ്റെ ഘടനയും അവയിലെ പ്രത്യേകതരം കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ മനസ്സിലാക്കാൻ നിങ്ങൾ ഈ ഫ്ലോ ചാർട്ട് മനസ്സിൽ വെച്ചേക്കണം. Okay, you have to keep this flow chart in your mind to understand about the structure of pancreas and its specialized tissues and special cells and the hormones secreted by them. You got it? Now, നമുക്ക് ഇൻസുലിൻ്റെയും ഗ്ലൂക്കഗോണിൻ്റെയും ധർമ്മത്തിലേക്ക് കടക്കാം. So what are the two hormones secreted by pancreas? You know, they are insulin and glucagon. ആഗ്നേയഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഓക്കെ, നമുക്കിനി ഇൻസുലിൻ്റെയും ഗ്ലൂക്കഗോണിൻ്റെയും ധർമ്മം എന്താണെന്ന് നോക്കാം. ആദ്യമായി ഇൻസുലിൻ. ലെറ്റ്സ് സീ ദ ഫങ്ഷൻ ഓഫ് ഇൻസുലിൻ ഫസ്റ്റ്. Insulin helps for the cellular uptake of glucose molecules. Another one, it converts glucose into glycogen in the liver and muscles. ഇൻസുലിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഓക്കെ, കോശങ്ങൾ
ഗ്ലൂക്കോസിനെ അകത്തേക്ക് കടത്തി വിട്ടെങ്കിൽ മാത്രമേ ഗ്ലൂക്കോസ് കോശത്തിനുള്ളിലെത്തുകയും കോശങ്ങൾക്ക് അവയെ ഉപയോഗപ്പെടുത്താനും ഒക്കുകയുള്ളൂ. അപ്പം ഇൻസുലിൻ ഹെൽപ്സ് ദ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് molecules by the cell membrane അല്ലെങ്കിൽ കോശസ്തരത്തിലൂടെ ഗ്ലൂക്കോസ് കോശത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അതിനുവേണ്ടി സഹായിക്കുന്നത് ഇൻസുലിൻ എന്ന ഹോർമോണാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ അടുത്ത ഞാൻ ഒരു ചിത്രം വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നീട് ഇൻസുലിന്റെ രണ്ടാമത്തെ ധർമ്മം, the second function of insulin is it converts glucose into glycogen in the liver and muscle cells. അതായത് കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നു. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് they are small molecules, simple molecules. ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് that's a polymer. ഓക്കെ, അതൊരു വലിയ മോളിക്യൂളാണ്, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായ മോളിക്യൂളാണ്, തന്മാത്രയാണ് ഗ്ലൈക്കോജൻ. അപ്പം നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ ഇൻസുലിൻ കൺവേർട്സ് ദ ഗ്ലൂക്കോസ് is soluble and glycogen is insoluble. The storage form of carbohydrate in our body is glycogen. അങ്ങനെ ചോദ്യം വരാം, നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് ഏത് രൂപത്തിലാണ് സംഭരിച്ചു വെക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ഗ്ലൈക്കോജൻ. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഇൻസുലിനാണ്. ലിവറിലും മസിൽസിലും ഒക്കെ നമ്മുടെ കരളിലും പേശികളിലുമാണ് ഈ ഗ്ലൈക്കോജനെ സംഭരിച്ചു വെക്കുന്നത്. അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി നമ്മുടെ കരളിലും പേശികളിലും സംഭരിച്ചു വെക്കും. And it is helped by insulin. Insulin ആണ് അതിന് സഹായിക്കുന്നത്. But now you know two functions of insulin. One is cellular uptake of glucose by cells, and it converts glucose into glycogen. Okay, where in the liver and muscles. ഇനി എന്താണ് ഗ്ലൂക്കഗോണിന്റെ ധർമ്മം? Glucagon converts the glycogen stored in the liver to glucose. Just reverse ആണ്. ഇൻസുലിനും ഗ്ലൂക്കഗോണും ആന്റഗോണിസ്റ്റിക് ഇൻ ഫംഗ്ഷൻ. അവ എതിർ ദിശയിലാണ് അവയുടെ ധർമ്മം. ഇൻസുലിൻ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുമ്പോൾ ഗ്ലൂക്കഗോണോ ആ ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു ഗ്ലൂക്കഗോൺ. ഇനി രണ്ടാമത്തെ ധർമ്മമോ, ഗ്ലൂക്കഗോൺ ഹെൽപ്സ് ഇൻ സിന്തസൈസിങ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്. അമിനോ ആസിഡിൽ നിന്നും, അമിനോ ആസിഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. what is amino acid? They are the monomers of proteins. പ്രോട്ടീൻ എന്ന് പറയുന്ന ആ പോളിമർ ഉണ്ടാക്കിയിരിക്കുന്ന മോണോമർ മൈന്യൂട്ട് യൂണിറ്റ്സ് ആണ് അമിനോ ആസിഡ്സ്. ഓർ ദ ബേസിക് യൂണിറ്റ്സ് ഓഫ് പ്രോട്ടീൻസ് ആർ കാൾഡ് അമിനോ ആസിഡ്സ്. ഓക്കെ, പ്രോട്ടീനുകളുടെ ബേസിക് യൂണിറ്റ് അടിസ്ഥാന ഘടകങ്ങളാണ് അമിനോ ആസിഡുകൾ. അപ്പം ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ കുറവുണ്ടായാൽ പ്രോട്ടീനുകൾ വിഭജിച്ച് അല്ലെങ്കിൽ വിഘടിച്ചുണ്ടാകുന്ന അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസിനെ നിർമ്മിക്കുന്നതിന് വേണ്ടി ഗ്ലൂക്കഗോൺ സഹായിക്കും. അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസിനെ നിർമ്മിക്കുന്നതിന് ഗ്ലൂക്കോൺ സഹായിക്കും. അപ്പം ഇൻസുലിന്റെ രണ്ട് ധർമ്മം നിങ്ങൾക്കറിയാം, ഗ്ലൂക്കഗോണിന്റെ രണ്ട് ധർമ്മം നിങ്ങൾക്കറിയാം. ഓക്കെ, ഇൻസുലിൻ cellular uptake of glucose molecules and it converts glucose into glycogen to be stored in liver and muscle cells. എന്ന് വെച്ചാൽ ഇൻസുലിന്റെ ഒന്നാമത്തെ ധർമ്മം ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കാൻ സഹായിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ധർമ്മമോ കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുന്നു. ഇനി ഗ്ലൂക്കഗോണിന്റെ ധർമ്മം ഇറ്റ് കൺവേർട്സ് ഗ്ലൈക്കോജൻ സ്റ്റോർഡ് ഇൻ ദ ലിവർ ഇൻടു ഗ്ലൂക്കോസ്. കരളിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. രണ്ടാമത്തെ ധർമ്മമോ ഇറ്റ് ഹെൽപ്സ് ടു സിന്തസൈസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്. അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസിനെ നിർമ്മിക്കുന്നു. അപ്പം കാർബോഹൈഡ്രേറ്റ് ഭക്ഷണത്തിൽ ഉൾപ്പെടാതെ വന്നാൽ പ്രോട്ടീൻ ഭക്ഷണം മാത്രമാണ് കഴിക്കുന്നതെങ്കിൽ ആ പ്രോട്ടീനിനെ വിഘടിച്ചുണ്ടാകുന്ന അമിനോ ആസിഡിൽ നിന്നും നമുക്ക് ഗ്ലൂക്കോസിനെ ഉണ്ടാക്കി തരുന്നതിന് വേണ്ടി സഹായിക്കും ഗ്ലൂക്കഗോൺ. ഓക്കെ, ഇനി ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചേക്കൂ. ഈ ഒരു കോശമാണ് കാണിച്ചിരിക്കുന്നത്. കോശത്തിൽ ഒരു ലോക്ക് പോലുള്ള ഭാഗം കാണിച്ചിരിക്കുന്നു. പിന്നീട് ഇൻസുലിൻ എന്ന് പറഞ്ഞ ഒരു കീയുടെ രൂപത്തിൽ കാണിച്ചിരിക്കുന്നു. ഈ കോശമാണ്. ഈ കോശത്തിൽ ഇൻസുലിൻ റിസപ്റ്ററിനെ ഒരു പൂട്ടുപോലെയും ഇൻസുലിനെ ഒരു താക്കോൽ പോലെ അല്ലെങ്കിൽ ഒരു ചാവി, ഒരു കീ പോലെ കാണിച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പഠിച്ചു ഹോർമോണും റിസപ്റ്റേഴ്സും. ഹോർമോൺസ് ആർ സ്പെസിഫിക് ടു റിസപ്റ്റേഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു ലോക്ക് ആൻഡ് കീ ഹൈപ്പോത്തസിസ്. അതേപോലെ ആ രീതിയിൽ എൻസൈംസ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. ഒരു ലോക്ക് ആൻഡ് കീ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞൊരു
ഹൈപ്പോത്തസിസ് ഉണ്ട്, ഒരു തിയറി ഉണ്ട്, മനസ്സിലായില്ലയോ? അത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എൻ്റെ ധർമ്മം. കാരണം എൻസൈം അതിൻ്റെ ആക്ട് ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റ്സിലാണ് എൻസൈംസ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഹോർമോണുകളും ആക്ട് ചെയ്യുന്നത്. ഹോർമോണുകൾ പ്രത്യേകതരം റിസപ്റ്റേഴ്സ് ഉള്ള കോശങ്ങളിൽ മാത്രമേ ഹോർമോണുകൾ ആക്ട് ചെയ്യൂ. എന്നിട്ട് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുമെന്ന് നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ചു. ഇപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇൻസുലിൻ ഒരു കോശത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇൻസുലിൻ ഇവിടെ ഒരു കീ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആ ഇൻസുലിൻ റിസപ്റ്റർ ആ കോശത്തിലുണ്ട്. അപ്പോൾ ഒരു ഈ ഇൻസുലിന് ഈ ഹോർമോണിന് ഈ പർട്ടിക്കുലർ റിസപ്റ്ററിൽ മാത്രമേ കയറാൻ ഒക്കെയുള്ളൂ. നമുക്കറിയാം ഒരു കീ കൊണ്ട് എല്ലാ പൂട്ടുകളും നമുക്ക് തുറക്കാൻ ഒക്കത്തില്ല. അപ്പം അതിന് യോജിക്കുന്ന പൂട്ട് ഉള്ള അവിടെ മാത്രമേ നമുക്ക് ആ കീ ഉപയോഗിക്കാനൊക്കൂ. Just like that, a hormone is specific to receptors. A hormone can react with only specific receptors. We have already learned. Now, insulin, when comes and attached with this receptor, see, the key has been inserted into this lock because they are specific. Now, what happens? A hormone receptor complex is formed. When this hormone receptor complex is formed, what happens? Here, there is something that is closed. You can see, no? This is what is the glucose channel in the cell membrane. കോശസ്തരത്തിലുള്ള ഗ്ലൂക്കോസ് ചാനൽ, ഗ്ലൂക്കോസ് അകത്തേക്ക് കടക്കാനുള്ള വഴി, അതിൻ്റെ ഓപ്പണിംഗ് ആണ്, അതിൻ്റെ വാതിലാണിത്. ഗ്ലൂക്കോസിന് കടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഗ്ലൂക്കോസ് ചാനൽ തുറക്കണം. അപ്പം അതിനു വേണ്ടി ഉള്ള പൂട്ടാണ് ഇൻസുലിൻ. അതിൻ്റെ റിസപ്റ്ററിൽ ആ പൂട്ട് വീഴുമ്പോൾ എന്ത് ചെയ്യും? ഈ ഗ്ലൂക്കോസ് ചാനൽ തുറക്കും. അപ്പോഴോ ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഈ ചാനൽ വഴി അകത്തേക്ക് കടക്കും. ദാറ്റ് ഈസ് ഹൗ ഇൻസുലിൻ ഹെൽപ്സ് ദ സെൽസ് ഇൻ ഗ്ലൂക്കോസ് അപ്ടേക്ക്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ഇൻസുലിൻ ഹെൽപ്സ് ദ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഇൻസുലിൻ എന്ന ഹോർമോൺ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പൂട്ട്, ഈ വാതിൽ അടഞ്ഞു കിടക്കും. അടഞ്ഞു കിടന്നാൽ ഗ്ലൂക്കോസിനകത്തേക്ക് കയറാൻ ഒക്കുമോ? ഇല്ല. അപ്പോഴെന്ത് ചെയ്യും? ഈ ഗ്ലൂക്കോസിന്റെ അളവ് രക്തത്തിൽ കൂടുകയില്ലേ? കോശങ്ങൾക്ക് ഈ ഗ്ലൂക്കോസ് ഉപയോഗിക്കാൻ ഒക്കുമോ? ഇല്ല. സോ വെൻ there is the absence of insulin, the insulin receptor complex is not formed and the glucose channel is not opened. So what happens? The glucose molecules in the blood cannot enter into the cells. So cells cannot utilize the glucose. So what happens at that time? The glucose molecules, the level of glucose in the blood will be increased. So when there is insulin, when insulin is secreted by pancreas, what happens? That causes the glucose channel to open and glucose can enter into the cells and cells can utilize glucose. മനസ്സിലായില്ലയോ? അപ്പൊ ഇൻസുലിന്റെ പ്രസൻസിൽ മാത്രമേ ഗ്ലൂക്കോസ് ചാനൽ ഒരു കോശത്തിൽ ഓപ്പൺ ചെയ്യുകയുള്ളൂ. എങ്കിൽ മാത്രമേ രക്തത്തിലുള്ള ഗ്ലൂക്കോസിനെ കോശത്തിന്റെ ഉള്ളിലേക്ക് കടത്തിവിടാനും അത് കോശങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനും അതുവഴി രക്തത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് പരിമിതപ്പെടുത്താൻ അല്ലെങ്കിൽ അത് നിയന്ത്രിക്കാനും സാധിക്കുകയുള്ളൂ. ഈ ചിത്രം നല്ലതുപോലെ മനസ്സിലാക്കണം. ഓക്കെ, ഇവിടെ മറ്റൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇൻസുലിന്റെയും ഗ്ലൂക്കഗോണിന്റെയും ധർമ്മം വിശദമാക്കുന്ന ഒരു ചിത്രമാണിത്. ഈ ചിത്രത്തിന്റെ മുകൾ ഭാഗം നോക്കൂ. യു ജസ്റ്റ് ഒബ്സർവ് ദ അപ്പർ പാർട്ട് ഓഫ് ദിസ് ഡയഗ്രാം. ഹിയർ സി ദ സെൻട്രൽ പാർട്ട്. ഹിയർ ഹോമിയോസ്റ്റാസിസ്, നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഇവിടെ നടുക്ക് സാധാരണ നിലയിലുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലാണ്. ഇനി എന്താണ്? അതിന്റെ ആ ബാലൻസ് മേപ്പോട്ട് പോയി, അപ്പൊ ഇംബാലൻസ് ആയി. ദാറ്റ് മീൻസ് ഗ്ലൂക്കോസ് ലെവൽ ഇൻ ദ ബ്ലഡ് ഇൻക്രീസ്. ഇവിടുത്തെ സ്റ്റിമുലസ് അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്ദീപനം എന്ന് പറയുന്നത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നതാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നതാണ് ഇവിടെ ഉദ്ദീപനം. ഈ ഉദ്ദീപനം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? രക്തത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ പാൻക്രിയാസ് സ്റ്റിമുലേറ്റ് ചെയ്യും. പാൻക്രിയാസ് സെക്രീറ്റ്സ് ഇൻസുലിൻ. ഓക്കെ, രക്തത്തിലെ അളവ് കൂടുമ്പോൾ പാൻക്രിയാസ് എന്ത് ചെയ്യുന്നു? ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അത് നോർമൽ പ്രോസസ്സായിട്ട് നടന്നു പോകുന്നതാണ്. ആ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇൻസുലിൻ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നോ, ഇൻസുലിൻ സ്റ്റിമുലേറ്റ്സ് ദ ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോജൻ ഫ്രം ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസും കൊണ്ട് ഗ്ലൈക്കോജനെ ഉണ്ടാക്കി അത് ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഇൻസുലിൻ സഹായിക്കും. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഇൻസുലിന്റെ രണ്ട് ധർമ്മം.
Now second one is insulin helps the cells to uptake glucose. നമ്മൾ ഇവിടെ കണ്ടത്. Okay, the uptake of glucose will be helped by the insulin. So insulin works in two ways, converts excess glucose into glycogen and stored in the liver, and another one is it stimulates the glucose uptake by the cells. So what happens? The glucose is being utilized and excess glucose is stored as glycogen, and the blood glucose level falls to normal. Okay, here it increases. Now insulin helps to maintain the glucose level. Now it came to normal. അത് നോർമലായി. മനസ്സിലായല്ലോ? അപ്പോൾ ഇൻസുലിൻ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കും, കോശങ്ങൾ കൊണ്ട് ഗ്ലൂക്കോസിന്റെ ആഗിരണം കൂട്ടും, അത് മുഖാന്തരം എന്ത് ചെയ്യും? രക്തത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് വീണ്ടും താഴ്ന്ന് അത് നോർമലായിട്ട് വരും. അത് 90-110 നൽകും. ഇനി ഈ ബാലൻസ് താപ്പോട്ടാ പോകുന്നെങ്കിലോ, ദാറ്റ് മീൻസ് ഇഫ് ദ ഗ്ലൂക്കോസ് ലെവൽ ഫാൾസ്, കുറഞ്ഞാൽ, നോർമലിൽ നിന്ന് കുറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ അവിടുത്തെ ഉദ്ദീപനം എന്ന് പറയുന്നത് ഡിക്ലൈനിങ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലാണ്. ഇവിടുത്തെ ഉദ്ദീപനം എന്ന് പറയുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഉദ്ദീപനം. അപ്പൊ എന്ത് ചെയ്യും? ഈ ഉദ്ദീപനം പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ പാൻക്രിയാസ് എന്ത് റിലീസ് ചെയ്യും? ഗ്ലൂക്കഗോൺ ഉണ്ടാക്കും. പാൻക്രിയാസ് റിലീസസ് ഗ്ലൂക്കഗോൺ. ആൻഡ് വാട്ട് ഹാപ്പൻസ്? ദിസ് ഗ്ലൂക്കഗോൺ വിൽ കൺവേർട്ട് ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോജനെ, okay, the glycogen will be converted back to glucose by glucagon. So the action of insulin and glucagon, they are antagonistic. Okay, insulin converts glucose to glycogen and glucagon converts glycogen to glucose. You got it? Now the glucose will be released into the blood, so blood glucose level rises to the normal. കുറഞ്ഞത് വീണ്ടും കൂടി നോർമൽ ആകും. You got it? So പാൻക്രിയാസ് ഇൻസുലിനെയും ഗ്ലൂക്കഗോണിനെയും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നത്. എങ്ങനെയാണ്? വെൻ ദ ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസസ്, ഗ്ലൂക്കോസിന്റെ ലെവൽ രക്തത്തിൽ കൂടുമ്പോൾ പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുകയും ഇൻസുലിൻ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി അത് ലിവറിൽ സ്റ്റോർ ചെയ്യും. ലിവറിലും മസിൽസിലും സ്റ്റോർ ചെയ്യും, പേശികളിൽ. പിന്നെയോ കോശങ്ങളെ കൊണ്ട് ഗ്ലൂക്കോസിന്റെ ആഗിരണം കൂട്ടുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസ് കോശങ്ങളിൽ കയറുകയും കോശങ്ങൾ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. രക്തത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് നോർമലാകുന്നു. ഇനി ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞാൽ പാൻക്രിയാസ് ഗ്ലൂക്കഗോണിനെ ഉൽപ്പാദിപ്പിക്കുകയും നേരത്തെ ലിവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ബ്രേക്ക് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കുകയും ചെയ്യുന്നു. ഓക്കെ, എന്നിട്ടോ ഈ ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് കലരുകയും ചെയ്യുന്നു. ഇത് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആണ്. ഇവിടെ നടക്കുന്നത് ബിൽഡിംഗ് എ പ്രോസസ്സാണ്. ചെറിയ മോളിക്യൂൾസ് ചേർന്ന് വലിയ തന്മാത്രകളായി മാറി. ഓക്കെ, മോണോമേഴ്സ് ചേർന്ന് പോളിമേഴ്സായി മാറി. മനസ്സിലായില്ലേ? ഇതിനെ പറയുന്ന പേരെന്താണ്? അനബോളിക് പ്രോസസ്. ആൻഡ് ഹിയർ ഗ്ലൈക്കോജനെ ബ്രേക്ക് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി. അത് ഇവിടെ അനബോളിക് പ്രോസസ് അല്ലെങ്കിൽ നിർമ്മാണ പ്രക്രിയയും ഇവിടെ ശിഥിലീകരണ പ്രക്രിയയാണ്. ഇവിടെ എന്താണ്? കാറ്റബോളിക് പ്രോസസ്. Okay, both together called metabolism. So you know what is metabolism or ഉപാപചയ പ്രവർത്തനങ്ങൾ? അത് നിങ്ങൾ പിന്നീട് വരുന്ന പാഠങ്ങളിൽ പഠിക്കും. ഓക്കെ, അപ്പം how pancreas helps to maintain glucose level നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഈ ചിത്രം നല്ലതുപോലെ നോക്കി മനസ്സിലാക്കണം. ഓക്കെ, ഇതേപോലെ ചിത്രം ചിലപ്പോൾ തന്നേക്കാം. ഇനി there is another condition called diabetes mellitus. പ്രമേഹം എന്ന ഒരവസ്ഥ. അത് നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നതാണ് പ്രമേഹം എന്ന അവസ്ഥ. അതെങ്ങനെ ഉണ്ടാകുന്നു നമുക്ക് നോക്കാം. രണ്ട് കാരണങ്ങളാണ് പ്രമേഹം ഉണ്ടാകാനുള്ളത്. ഒന്ന്, ഇൻസുലിന്റെ അഭാവം. when pancreas will be unable to produce insulin or decrease the production of insulin, ഇൻസുലിന്റെ അഭാവം രക്തത്തിലുണ്ടാകും. അല്ലെങ്കിലോ or the inability of cells to utilize insulin. ഇൻസുലിൻ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കും, പക്ഷേ കോശങ്ങൾക്ക് അവയെ യൂട്ടിലൈസ് ചെയ്യാൻ ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നു. ഇൻസുലിനെ കോശങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഒക്കാതെ വരുമ്പോൾ കോശങ്ങളിനുള്ളിലേക്ക് ഗ്ലൂക്കോസ് അവയ്ക്ക് ആഗിരണം ചെയ്യാൻ ഒക്കാതെ വരുന്ന അവസ്ഥ. ഇതിൽ രണ്ടിലേതെങ്കിലും ആകാം. ഓക്കെ, ഇൻസുലിന്റെ അഭാവം. അതിനെ ടൈപ്പ് 1 ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയും. അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ ഹയർ ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ, അപ്പം ഡയബറ്റീസിന് രണ്ട് കാരണങ്ങളാണ്. വൺ ഈസ്
decreased production of insulin or inability of cells to utilize insulin. ഒന്നുകിൽ ഇൻസുലിൻ്റെ അഭാവം, അല്ലെങ്കിൽ പാൻക്രിയാസ് ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ കുറവ്. രണ്ടാമത്തതോ ഇൻസുലിനെ ഉപയോഗപ്പെടുത്താൻ കോശങ്ങൾക്ക് കഴിയാതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദ ഗ്ലൂക്കോസ് ലെവൽ ഇൻ ദ ബ്ലഡ് റൈസസ്. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നു. അറിയാമല്ലോ, ഇൻസുലിൻ ഇല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റാൻ ഒക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നു. സോ വാട്ട് ഹാപ്പൻസ്? വെൻ ദർ ഈസ് എക്സസ് ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ്, what happens? Kidney will do its function. How? Excess glucose is excreted through urine. Excess glucose-നെ യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യും. അധിക ഗ്ലൂക്കോസിനെ മൂത്രത്തിലൂടെ പുറത്തു കളയുന്നു. ഈ അവസ്ഥയ്ക്കാണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ condition due to the decreased production of insulin or the inability of cells to utilize insulin. As a result, the glucose level in the blood rises and excess glucose is excreted through urine. This condition is what is called diabetes mellitus. Okay. നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അഭാവമോ ഇൻസുലിനെ ഉപയോഗപ്പെടുത്താൻ കോശങ്ങൾക്ക് കഴിയാതെ വരികയോ ചെയ്താൽ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുകയും അധിക ഗ്ലൂക്കോസിനെ മൂത്രത്തിലൂടെ പുറത്തു കളയുകയും ചെയ്യപ്പെടുന്നു. ഈ അവസ്ഥയ്ക്കാണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നമുക്ക് ഇവിടെ ഒരു ചിത്രം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, നോക്കിയേ. ഇത് ദിസ് ഡയഗ്രാം ഇറ്റ് ഈസ് ഷോയിങ് ദ സെൽ മെംബ്രെയിൻ. ഓക്കെ, സെൽ മെംബ്രെയിനിൽ ദിസ് ഈസ് a protein that is called the receptor. This is the channel, okay, glucose channel. In normal case, okay, if this is insulin, this ball, it is insulin. ഈ ഇൻസുലിൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുമെന്ന് അറിയാമോ? ഈ ചാനൽ ഓപ്പൺ ചെയ്യുകയില്ല. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇൻസുലിൻ വന്ന് when the insulin comes and attached to the receptor, an insulin receptor complex is formed, and as a result this ion channel is stimulated and it's open, and what happens? The glucose enters into the cell and cells utilize the glucose, so glucose level is maintained. Then the first condition of diabetes is the absence of insulin. If there is no insulin, what happens? This ion channel will not be opened and glucose cannot enter, so the glucose level in the blood increase. മനസ്സിലായില്ലയോ? ഇൻസുലിൻ്റെ അഭാവത്തിൽ ഈ കാണുന്ന ഗ്ലൂക്കോസ് ചാനൽ തുറക്കാതെ വരികയും ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് കടത്തിവിടാൻ ഒക്കാതെ വരികയും അങ്ങനെ ഗ്ലൂക്കോസിൻ്റെ അളവ് രക്തത്തിൽ കൂടുകയും ചെയ്യും. അതാണ് ഒരു കാരണം. മറ്റൊന്ന്, even though insulin is secreted and insulin attaches onto the receptor, the cell cannot utilize glucose. ഇൻസുലിൻ ഉണ്ടെങ്കിൽ പോലും, മനസ്സിലായില്ലയോ, ഈ ഗ്ലൂക്കോസ് ചാനൽ തുറക്കാതെ വരികയും ഗ്ലൂക്കോസിനകത്തേക്ക് കടക്കാനൊക്കാതെ വരികയും ചെയ്യും. ബിക്കോസ് ഓഫ് ദാറ്റ് ദ സെൽസ് കനോട്ട് യൂട്ടിലൈസ്. സോ ഈ രണ്ട് റീസണും ഡയബറ്റീസിൻ്റെ രണ്ട് കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഒന്ന് ടൈപ്പ് 1 എന്നും ടൈപ്പ് 2 എന്ന് പറഞ്ഞ ഡയബറ്റീസിൻ്റെ ആണത്. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട. ഇത് ആണ് നമ്മൾ പറഞ്ഞ രണ്ട് റീസൺ ഫോർ ഡയബറ്റീസ്. ഇൻസുലിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ലെസ് ക്വാണ്ടിറ്റി. ഇവിടെ കാണിച്ചിരിക്കുന്ന ഇൻസുലിൻ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അകത്തേക്ക് കടക്കുന്നു. ഇൻസുലിൻ ഇല്ലെങ്കിൽ ഇത് അടഞ്ഞിരിക്കും, ഗ്ലൂക്കോസ് അകത്തേക്ക് കടക്കുകയില്ല. രണ്ടാമത് ഇൻസുലിൻ ഉണ്ട്, അതിൻ്റെ സാന്നിധ്യമുണ്ട്. The presence of insulin is there. Even then the glucose channel is not open. That means the cell cannot utilize what? Glucose. Okay. So ഇതാണ് ഇൻസുലിൻ. ഡയബറ്റിസ് മെലിറ്റസ് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Okay. Now let's see what are the symptoms of diabetes. നമുക്ക് പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Okay. Number 1. Fasting glucose level is more than 126 milligram per 100 ml of blood. അതായത് പ്രഭാത ഭക്ഷണത്തിന് മുൻപുള്ള ഗ്ലൂക്കോസ് അളവ് 126 മില്ലിഗ്രാമോ അതിൽ കൂടുതലോ. ഓക്കെ, സോ ദ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ലെവൽ ഈസ് 126 milligram or above. Then increased appetite and thirst, വർദ്ധിച്ച വിശപ്പും ദാഹവും. അതായത് പ്രമേഹമുള്ള വ്യക്തിക്ക് ഇടയ്ക്കിടയ്ക്ക് ആഹാരം കഴിക്കണമെന്നും വെള്ളം കുടിക്കണമെന്നും ഒക്കെ തോന്നും. ഉറക്കത്തിൽ പോലും എഴുന്നേറ്റ് കൂടെ വെള്ളം കുടിക്കാനുള്ള
ഒരു ടെൻഡൻസി ഉണ്ടാകും. ഓക്കെ, ഇൻക്രീസ്ഡ് ആപ്പിറ്റൈറ്റ് ആൻഡ് തേഴ്സ്റ്റ്, വർദ്ധിച്ച വിശപ്പും ദാഹവും. പിന്നെ ഫ്രീക്വൻറ്റ് യൂറിനേഷൻ, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നും, മൂത്രമൊഴിക്കാൻ പോകും. പകലും രാത്രിയുമൊക്കെ ഉറക്കത്തിലൊക്കെ കൂടെ കൂടെ എഴുന്നേറ്റ് മൂത്രമൊഴിക്കണമെന്ന് തോന്നുന്ന ആ ഒരു ടെൻഡൻസി. ഇതൊക്കെയാണ് പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ. The symptoms of diabetes are: number 1, the fasting glucose level is more than 126 milligram per 100 ml of blood, increased appetite and thirst, frequent urination. പ്രഭാത ഭക്ഷണത്തിന് മുമ്പുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് 126 മില്ലിഗ്രാമോ അതിൽ കൂടുതലോ, ഇൻക്രീസ്ഡ് ആപ്പിറ്റൈറ്റ്, വർദ്ധിച്ച വിശപ്പും ദാഹവും, കൂടെ കൂടെയുള്ള മൂത്രമൊഴിക്കൽ. അപ്പം നമുക്ക് പ്രമേഹം എന്താണെന്ന് മനസ്സിലായി. പ്രമേഹത്തിൻ്റെ കാരണങ്ങൾ, 2 പ്രധാന കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അവയുടെ ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലായി. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയുടെ അതിൻ്റെ ധർമ്മം. അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡാണ്, എക്സോക്രൈൻ ഗ്ലാൻഡാണ്. അതായത് അന്തസ്രാവി ഗ്രന്ഥി, ബഹിർസ്രാവി ഗ്രന്ഥി രണ്ടുമായിട്ടും പാൻക്രിയാസ് പ്രവർത്തിക്കുന്നു. പിന്നീട് നമ്മൾ പഠിച്ചു രക്തത്തിലെ സാധാരണ ഗ്ലൂക്കോസിൻ്റെ അളവ്, നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, ദാറ്റ് ഈസ് 70 to 110 milligram per 100 ml of blood. സാധാരണ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് 70 മുതൽ 110 മില്ലിഗ്രാം വരെയാണ്. പിന്നീട് എന്താണ് ഹോമിയോസ്റ്റേസിസ്, ഹൗ ഹോമിയോസ്റ്റേസിസ് helps, okay, or how pancreas helps in the homeostasis of the glucose level. Then പാൻക്രിയാസിൻ്റെ സ്ഥാനം എവിടെയാണ്, അതിലുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്ലസ്റ്റർ ഓഫ് സെൽസിന് എന്ത് പേര് പറയുന്നു, ആ ക്ലസ്റ്റർ ഓഫ് സെൽസ് അല്ലെങ്കിൽ ആ ടിഷ്യൂസിലുള്ള 2 തരം കോശങ്ങൾ ഏതൊക്കെയാണ്, ആ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചു. പിന്നീട് ഇൻസുലിൻ്റെ ധർമ്മം എന്ത്, ഗ്ലൂക്കോഗോണിൻ്റെ ധർമ്മം എന്ത്. പിന്നീട് ഈ ചിത്രത്തിലൂടെ നമ്മൾ ഇൻസുലിൻ എങ്ങനെയാണ് ആ ഗ്ലൂക്കോസ് ചാനലിനെ ഓപ്പൺ ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ സ്പെസിഫിസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ഉള്ളത്, അതിൻ്റെ പ്രാധാന്യത എങ്ങനെയാണ് വർക്ക് ചെയ്യപ്പെടുന്നതെന്ന്, അത് പ്രവർത്തിക്കുന്നത് നമ്മൾ പഠിച്ചു. ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഗ്ലൂക്കോഗോണിൻ്റെയും ഇൻസുലിൻ്റെയും പ്രവർത്തനം എങ്ങനെയാണെന്ന് നമ്മൾ ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കി. പിന്നീട് നമ്മൾ ഡയബറ്റീസ് മെലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹത്തെക്കുറിച്ച് പഠിച്ചു. അതിൻ്റെ 2 കാരണങ്ങൾ, ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുന്നു, അധികമുള്ള ഗ്ലൂക്കോസിനെ മൂത്രത്തിലൂടെ പുറത്തു കളയുന്നു എന്ന് പഠിച്ചു. ഈ ചിത്രത്തിലൂടെ നമ്മൾ ടൈപ്പ് 1, ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ കുറിച്ചുള്ള കാരണങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്കും എങ്ങനെയാണ് ഇൻസുലിൻ റിസപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ ഗ്ലൂക്കോസ് ചാനലിനെ ഓപ്പൺ ചെയ്യുന്നതെന്നും, ഇൻസുലിൻ ഉണ്ടെങ്കിൽ തന്നെയും ഗ്ലൂക്കോസ് ചാനൽ തുറക്കാതിരിക്കും, കോശങ്ങൾക്ക് ഗ്ലൂക്കോസിനെ ഉപയോഗപ്പെടുത്താൻ ഒക്കാതെ വരികയും ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഈ ചിത്രത്തിൽ കണ്ടു. ഡയബറ്റീസിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇത്രയുമാണ് ഈ ഇന്നത്തെ ലെസണിൽ. നല്ലതുപോലെ പുസ്തകം വായിക്കുക, പഠിക്കുക. താങ്ക് യു. യു ആൾ ഹാവ് എ ഗ്രേറ്റ് ഡേ.